നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2026 ജൂൺ 28 മുതൽ ജൂലൈ 4 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മകരക്കൂറിൻ്റെ നക്ഷത്രഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവപ്പെടുക. കർമ്മരംഗത്ത് കലഹത്തിനിടയുണ്ട്. ബന്ധുക്കളുമായി തർക്കങ്ങളുണ്ടാകാനും തർക്കങ്ങൾ കലഹത്തിനിടയാകാനും സാധ്യത വരും. അത് മനക്ലേശത്തിന് ഇടവരുത്തും. ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ ഉണ്ടാകും. യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട്. സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കുക. ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഒക്കെ വന്നു ചേരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ചതിയും വഞ്ചനയും ഒക്കെ നേരിടേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല. അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടാതെ വരും. തർക്കങ്ങളിൽ പ്രതികൂല തീരുമാനങ്ങളൊക്കെയും എടുക്കും. മേലധികാരികളുടെ അപ്രീതിക്ക് ഇടവരും. സ്ഥാനചലനത്തിന് സാധ്യത. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ ഇടപെടും. സഹോദരന്മാരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനും അത് മനക്ലേശത്തിന് ഇടവരുത്തുകയും ചെയ്യും. കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെയും ഉടലെടുക്കും. ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ടാകും. വാഹന ഇടപാടിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. ഊഹക്കച്ചവടത്തിലൊന്നും ഇപ്പോൾ ഇടപെടാതിരിക്കുക. യാത്രയിൽ ധനനഷ്ടമുണ്ടാകും. തസ്കര ശല്യം സൂക്ഷിക്കണം. പ്രവൃത്തി മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ വരും. അത് തർക്കങ്ങൾക്കും കലഹത്തിനുമൊക്കെ ഇടവരുത്തുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ഇതിനൊക്കെയും വ്യത്യാസമുണ്ടാകും. അപ്രതീക്ഷിത ധനവരവുണ്ടാകും. കിട്ടാക്കടം തിരികെ ലഭിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ കഴിയും. കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെയും പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് നീങ്ങും. സഹപ്രവർത്തകരുടെ സഹായവും സഹകരണവും ഒക്കെ ലഭിക്കും. അയൽക്കാരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാനും അവരുടെ സഹായത്തിനുമൊക്കെ സാധ്യതയുണ്ടാകും. ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവപ്പെടുക. ചീത്ത അനുഭവങ്ങൾക്ക് പരിഹാരമായി ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക. ചീത്ത അനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവുകയും നല്ല അനുഭവങ്ങളോടുകൂടിയ ഒരാഴ്ചക്കാലമായിരിക്കുകയും ചെയ്യും. അങ്ങനെ നല്ല അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.